ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. PP ശ്രീധരനുണ്ണിയുടെ ഓതിരം കടകം, ലക്ഷ്മി വാകയാടിന്റെ കിലുക്കം എന്നീ കവിതാ സമാഹാരങ്ങൾ പ്രകാശനം ചെയ്തു. സാഹിത്യകാരൻ UK കുമാരൻ പ്രകാശന കർമ്മം നിർവഹിച്ചു. പ്രശസ്ത കവി PP ശ്രീധരനുണ്ണി രചിച്ച സാമൂഹിക വിമർശനാത്മക ഹാസ്യ കവിതാ സമാഹാരം ഓതിരം കടകം, എഴുത്തുകാരിയും സാമൂഹ്യ പ്രവർത്തകയുമായ ലക്ഷ്മി വാകയാട് രചിച്ച കുട്ടിക്കവിതകളുടെ സമാഹാരമായ കിലുക്കം എന്നിവയുടെ പ്രകാശനം പ്രശസ്ത സാഹിത്യകാരൻ UK കുമാരൻ, ഗോപി പുതുക്കോട്, KG രഘുനാഥ് എന്നിവർക്ക് നൽകിക്കൊണ്ട് നിർവഹിച്ചു. തന്റെ കവിതകളിൽ മിതത്വവും ഒതുക്കവും ചാർത്തിയിരുന്ന PP ശ്രീധരനുണ്ണി എന്ന കവിയുടെ കാവ്യജീവിതത്തിലെ വഴിത്തിരിവാണ് ഓതിരം കടകം എന്ന കവിതാ സമാഹാരമെന്ന് അദ്ദേഹം പറഞ്ഞു. കവിതകളിൽ ഹാസ്യമുണ്ടാക്കുക എന്നത് എളുപ്പമല്ല. കുറഞ്ഞ വരികളിൽ വലിയ അവബോധത്തിന്റെ അംശം ഈ കവിതകളിലുണ്ട്. ഒരു കവിയുടെ ഉത്തരവാദിത്വം ആസ്വാദകർക്ക് പുതിയ വാതായനങ്ങൾ തുറന്നിടലാണെന്നും അദ്ദേഹം ഇതിൽ വിജയിച്ചിട്ടുണ്ടെന്നും UK കുമാരൻ അഭിപ്രായപ്പെട്ടു. ലക്ഷ്മി വാകയാടിന്റെ കിലുക്കം കുട്ടിക്കവിതകൾ ഉപരിപ്ലവമായ കവിതകളല്ലെന്നും ആഴത്തിലുള്ള കവിതകളാണെന്നും കുട്ടികളുടെ മനസ്സിലേക്ക് എളുപ്പത്തിൽ കടന്നു ചെല്ലാൻ കഴിയുന്നതാണെന്നും UK കുമാരൻ പറഞ്ഞു. അദ്ദേഹത്തിന്റെ കാവ്യ ജീവിതത്തിലെ ഒരു വഴിത്തിരിവിനെ സൂചിപ്പിക്കുന്ന കവിതകളാണ്. മാത്രമല്ല, കവിതകളിൽ ഹാസ്യമുണ്ടാക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല. പീപ്പിൾസ് റിവ്യൂ പത്രാധിപർ PT നിസാർ അധ്യക്ഷനായിരുന്നു. ഡോക്ടർ PK രാധാമണി, ഗോപി പുതുക്കോട്, KG രഘുനാഥ് എന്നിവരും സംസാരിച്ചു. ഗ്രന്ഥകർത്താക്കളായ PP ശ്രീധരനുണ്ണി, ലക്ഷ്മി വാകയാട് എന്നിവർ മറുമൊഴി നടത്തി. വേദിയിൽ വെച്ച് പീപ്പിൾസ് റിവ്യൂ 18ാം വാർഷിക പതിപ്പ് KG രഘുനാഥ്, ഗോപി പുതുക്കോടിന് നൽകി പ്രകാശനം ചെയ്തു. പീപ്പിൾസ് റിവ്യൂ സാഹിത്യവേദി കൺവീനർ പുരുഷു കക്കോടി, ചെയർമാൻ RK ഇരവിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. സലഫി ലേണിംഗ് ആൻഡ് റിസർച്ച് സെന്ററിന്റെ നേതൃത്വത്തിൽ BA